പോളിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നേരത്തെ സംസാരിച്ചതിൻ്റെ കൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാനുണ്ട്. ഒന്ന്, ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ വനം മന്ത്രി ശ്രീ ശശീന്ദ്രൻ അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരാനുള്ളതായിരിക്കുന്ന ഭയം എന്നുള്ളതാണ് പറഞ്ഞത്. രണ്ട് പ്രതിപക്ഷ MLA മാർ ഞങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് മാറാം, പക്ഷേ ഞങ്ങൾ മുഴുവൻ സമയവും ജനത്തിൻ്റെ കൂടെ ആ കുടുംബത്തിൻ്റെ കൂടെ നിലപാട് സ്വീകരിച്ച് ഈ വിഷയം വന്ന സമയം മുതൽ പരിപൂർണമായി ഇതിൻ്റെ കൂടെ നിൽക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഭരണപക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്ന വയനാട്ടിലെ പ്രമുഖരെയും കേരളത്തിലെ മന്ത്രിസഭയിലെ വയനാടിൻ്റെ ചുമതലയുള്ള മന്ത്രിയെയും ഞങ്ങളിവിടേക്ക് കണ്ടില്ല എന്നുള്ളത് ഏറെ ഖേദകരമായ അനുഭവമാണ്. മറ്റൊരു പ്രധാനപ്പെട്ടതായ കാര്യം, ഇവിടേക്ക് വരാനാണ് അദ്ദേഹത്തിന് ഭയമെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിൽ വന്ന് ശ്രീ പോളിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനും ആ കുടുംബത്തെ ഒന്ന് കണ്ടോളൻസ് അറിയിക്കാനുമുള്ള നടപടികൾ അദ്ദേഹത്തിന് സ്വീകരിക്കാമായിരുന്നു. അതും അദ്ദേഹം സ്വീകരിച്ചില്ല. മറ്റൊരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം, കലക്ടറെ ഇങ്ങോട്ട് വരുന്നത് തടയാൻ നേതൃത്വം കൊടുത്തത് ഗവൺമെൻറ് തന്നെയാണ്. കലക്ടർ ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞത് ഗവൺമെൻറ്റിൻ്റെ ഡയറക്ഷനാണ്. അപ്പോൾ ഒരു ഡെഡ് ബോഡി ഇത്രയും ഗുരുതരമായ സാഹചര്യത്തിൽ ജനം നിൽക്കും എന്നറിഞ്ഞ് നേരത്തെ തന്നെ ഈ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്ത് ഇതിൻ്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കി ധാരണയുണ്ടാക്കി കൃത്യതയോടുകൂടി കുടുംബത്തെയും പൊതുസമൂഹത്തെയും ബോധ്യപ്പെടുത്തുന്നതിൽ സർക്കാരിന് വന്ന ഗൗരവതരമായിട്ടുള്ള പരാജയമാണ് പുൽപ്പള്ളി നടന്നതായിരിക്കുന്ന എല്ലാ വിഷയത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന അടിസ്ഥാനം എന്നുള്ളത്. അതിൽ ഒരു കാര്യം കൂടെ കൃത്യതയോടുകൂടി പറയുന്നു, ഈ വനം മന്ത്രിയെ മുൻനിർത്തി ഇനി ഒരു ചർച്ചയ്ക്കും നടപടികൾക്കും നേതൃത്വം കൊടുക്കാൻ പങ്കാളിയാവാനുണ്ടാവില്ല, അതിനനുവദിക്കുന്ന പ്രശ്നമില്ല. ഈ വനം മന്ത്രി ജില്ലയുടെ ചുമതലയൊഴിയണം. വനം വകുപ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് മാറ്റാൻ മുഖ്യമന്ത്രി നേതൃത്വം കൊടുക്കണം എന്നും ആവശ്യപ്പെടുകയാണ്. മന്ത്രിതല സംഘം വരുന്നു എന്നുള്ളത് കേട്ടു. മന്ത്രിതല സംഘം വന്നതുകൊണ്ട് കാര്യമില്ല. വരേണ്ടത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി വയനാട്ടിൽ വന്ന് വയനാടിൻ്റെ ജനതയുടെ മുഴുവൻ വികാരവും മനസ്സിലാക്കി പ്രശ്നപരിഹാരത്തിനുള്ള ദ്രുതഗതിയിലുള്ള തീരുമാനവും വിക്ടിംസിനെ മുഴുവൻ ചേർത്ത് നിർത്താനുള്ള തീരുമാനവും മുഖ്യമന്ത്രി എടുക്കണം. ഒന്ന്, സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളും നടപടികളും ഒരു ഭാഗത്ത്, മിനിമം ഒരു കാര്യം ചെയ്യാലോ, ഈ വിക്ടിംസിൻ്റെ കുടുംബത്തിൻ്റെ അടുത്ത് വന്ന് ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറയാൻ, ധാർമ്മികമായി പറയാനുള്ള ഒരു നടപടി ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായോ? ഉണ്ടായിട്ടില്ല. അതിനർത്ഥം ഗുരുതരമായ പരാജയം, ഗുരുതരമായിട്ടുള്ള പിഴവ്, ഗുരുതരമായ വീഴ്ച ഇത് തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കേസിൽ മാത്രം, പോളിൻ്റെത് മാത്രമല്ല, അജീഷിൻ്റെത് മാത്രമല്ല, പ്രജീഷിൻ്റെത് മാത്രമല്ല, ലക്ഷ്മണൻ്റേത് മാത്രമല്ല, തുടർച്ചയായി നടന്ന എല്ലാ വന്യമൃഗ ആക്രമണങ്ങളിൽ മരിച്ച ആളുകളുടെ കുടുംബത്തോട് ധാർമ്മിക നീതിയും സാമാന്യ നീതിയും സർക്കാർ പാലിച്ചിട്ടില്ല. ഒരു വലിയ മുറിവാണ് വയനാട്ടിൽ. ആ മുറിവിൽ മുളക് തേക്കുന്ന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തതും ഈ ജനതയുടെ മനസ്സിനെ ഈ രീതിയിൽ പരിവർത്തനത്തിന് നേതൃത്വം കൊടുത്തതും സർക്കാരാണ്. മുറിവിൽ ലേപനം പുരട്ടി ഉണക്കുന്നതിന് പകരം അത് വ്രണമാക്കി മാറ്റാൻ നേതൃത്വം കൊടുത്തത് മുഴുവൻ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുമാണ്. അതിൽ ജനത്തിനൊരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. എല്ലാ ആളുകളുമല്ല, ബോധപൂർവമായ ശ്രമം നടത്തിയ ആളുകളുണ്ടാവും. പക്ഷേ ഒരു കാര്യം, പ്രതിപക്ഷ MLA മാരായിട്ടുള്ള ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ് എന്നുള്ള ഒരു തോന്നൽ അവർക്കുണ്ടാകും. സർക്കാർ, മന്ത്രിമാർ, നിയമസഭാ സാമാജികർ, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്തുകൾ, അങ്ങനെ തുടങ്ങി ഭരണകൂടത്തിൻ്റെ ഹെറാർക്കിയിൽ ഞങ്ങളും അതിൻ്റെ ഭാഗമാണ്. ഞങ്ങളതിൻ്റെ ഭാഗമല്ല. ഞങ്ങൾ പറഞ്ഞിട്ട് കേൾക്കാത്തതായിരിക്കുന്ന ഗവൺമെൻറ്റിനോട് വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധവും പ്രതികരണവും നടത്തിയാണ് മുന്നോട്ട് പോകുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറയുന്നു. ഈ സംഭവം നടന്നത് മുതൽ ശ്രീ IC ബാലകൃഷ്ണൻ MLA, ഞാൻ ഉൾപ്പെടെ ഇതിൻ്റെ പിറകെ നിൽക്കുകയാണ്. ചികിത്സയുടെ കാര്യത്തിൽ കൊണ്ടുപോകാനുള്ള നടപടികൾ ഏകീകരിക്കണം എന്ന ആവശ്യം, മരണം കഴിഞ്ഞപ്പോൾ അടിയന്തര പോസ്റ്റ്മോർട്ടം, ശ്രീ IC ബാലകൃഷ്ണൻ നേരിട്ട് ഇടപെട്ട് അവിടെ പോയി ഇന്നലെ തന്നെ പോസ്റ്റ്മോർട്ടം നടത്താൻ ആവശ്യമായ നടപടികൾ, ഇന്ന് കാലത്ത് മോർച്ചറിയിലെത്തി അവിടെ നിന്ന്
ബോഡി ഞങ്ങൾ ഏറ്റെടുത്ത് വിലാപയാത്രയായി കൊണ്ടുവന്നു. ആ കുടുംബത്തിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും സെൻറ്റിമെൻസും അവരുടെ ഡിമാൻഡുകളും അത് മുഴുവൻ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി ഊണും ഉറക്കവും ഭക്ഷണവും ഒഴിച്ചാണ് ഞങ്ങൾ പ്രതിപക്ഷ MLA മാർ ഈ വിഷയത്തിൽ ഉത്തരവാദിത്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. ഞങ്ങൾ ജനങ്ങളുടെ കൂടെ നിലയുറപ്പിച്ചവരാണ്, ജനങ്ങളുടെ കൂടെ നിന്നവരാണ്. മറ്റ് രീതിയിൽ ചിത്രീകരിക്കാനും ഒരന്തർധാരയുണ്ടാക്കി ജനരോഷത്തെ തിരിച്ചുവിടാനുമുള്ള ബോധപൂർവമായ നടപടി ഉണ്ടായത് ഏറെ വേദനിക്കുന്ന അനുഭവമാണ്.